വീനാസ് കോമ്പറ്റേറ്റീവ് മാസ്റ്ററിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്കൻഡ് ലെസൺ സെൽ ക്ലസ്റ്റേഴ്സിന്റെ ആദ്യ ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തത് അല്ലെ. നമ്മൾ ഇന്ന് ബാക്കി കുറച്ച് ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എവിടെയാണ് അവസാനിപ്പിച്ച് നിർത്തിയത്? ആനിമൽ ടിഷ്യൂസിനെ പറ്റിയിട്ടാണ് അല്ലെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. ആനിമൽ ടിഷ്യൂസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആനിമൽ ടിഷ്യൂസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ പ്ലാന്റ്സിന്റെ കാര്യമാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്താണ്? പ്ലാന്റ്സ് എന്താണ് പെട്ടെന്ന് പ്ലാന്റ്സിന്റെ ഗ്രോത്ത് എവിടെയാണ് നടക്കുന്നത്? ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ഈസ് മെയിൻലി സെന്റേഡ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ സ്റ്റെം ആൻഡ് റൂട്ട്. സ്റ്റെമ്മിന്റെ ടിപ്പിൽ അതുപോലെ തന്നെ റൂട്ടിന്റെ ടിപ്പിലാണ് മെയിൻ ആയിട്ട് എന്ത് നടക്കുന്നത്? പ്ലാന്റ്സിന്റെ ഗ്രോത്ത് നടക്കുന്നത്. Growth of plants is mainly centered at the tip of the stem and root. സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെ ടിപ്പിലാണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. ബട്ട് ഇൻ ആനിമൽസ് എങ്ങനെയാണ്? there is no specific area. എന്താണ് പ്രത്യേകമായിട്ടുള്ള ഒരു സ്പെസിഫിക് ഏരിയ കൺഫൈൻ ചെയ്തിട്ടില്ല. there is no specific area. എന്താണ് ഗ്രോത്തില് ആനിമൽസിന് പ്രത്യേകമായിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കില്ല. പക്ഷെ പ്ലാന്റ്സിന് എന്താണ്? സ്റ്റെമ്മിന്റെ റൂട്ടിന്റെ ടിപ്പിൽ മാത്രമാണ് പ്ലാന്റ്സിന്റെ ഗ്രോത്ത് നടക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് പ്ലാന്റ്സിന് മാത്രം ഒരു സ്പെസിഫിക് ഏരിയ ഉണ്ട്, ആനിമൽസിന് ഒരു സ്പെസിഫിക് ഏരിയ ഇല്ല? എന്തുകൊണ്ടാണ് പ്ലാന്റ്സിന് മാത്രം സ്പെസിഫിക് ഏരിയ ഉള്ളത്? ഇപ്പൊ ഉദാഹരണം നോക്കി നോക്കൂ, നമ്മൾ മുള കണ്ടിട്ടില്ലേ? മുള എന്താണ്? പുല്ലുവർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്, അല്ല ഒരു സസ്യമാണ് മുള എന്ന് പറയുന്നത്. മുളയുടെ ഹൈറ്റ് നോക്കി നോക്കൂ, അങ്ങനെ ഹൈറ്റ് നല്ലോണം ഒരുപാട് ഹൈറ്റ് ആയിട്ട് വരും അല്ലേ അത്. അപ്പൊ എന്തുകൊണ്ടാണ് മുള ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നത്? അപ്പൊ മുളയുടെ പ്രത്യേകത എന്താണ്? മുളയുടെ സ്റ്റെമ്മിന്റെയും പോലെ റൂട്ടിന്റെ ടിപ്പിലാണ് എന്താ അവിടെ ഗ്രോത്ത് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുന്നത്. പക്ഷെ ആനിമൽസിന് എന്താണ്? there is no സ്പെസിഫിക് ഏരിയ അല്ലെ. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ ആനിമൽസിന്റെ ഗ്രോത്തിന് ഉണ്ടായിരിക്കില്ല. അപ്പൊ നോക്കി നോക്കൂ, പ്ലാന്റ്സിന്റെ ഗ്രോത്തും ആനിമൽസിന്റെ ഗ്രോത്തും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ എന്തുകൊണ്ടാണ് പ്ലാന്റ്സിന് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ ഉള്ളതിന് കാരണം എന്താണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ് അതിന് കാരണം. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. മെരിസ്റ്റമാറ്റിക് സെൽസ് ആർ സീൻ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലാണ് കാണപ്പെടുന്നത്. പ്രത്യേകത എന്താണ്? ടിപ്പ് ഓഫ് ദ സ്റ്റെം ആൻഡ് റൂട്ട്. റൂട്ടിന്റെ ടിപ്പും അതുപോലെ തന്നെ സ്റ്റെമ്മിന്റെ റൂട്ടിലാണ് മെയിൻ ആയിട്ട് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് സെൽസ് കാണപ്പെടുന്നത്. പിന്നെ എന്താണ് പ്രത്യേകത? റാപ്പിഡ് ഡിവിഷൻ അവിടെ നടക്കുന്നുണ്ട്. മെരിസ്റ്റമാറ്റിക് സെൽസിൽ ഡിവിഷൻ നടക്കുമ്പോഴാണ് എന്താണ് പ്ലാന്റ്സ് അവിടെ ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പൊ എന്താണ്? മെരിസ്റ്റമാറ്റിക് സെൽസ് ആർ സീൻ ഇൻ ദ പ്ലാന്റ്സിലാണ് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്. പിന്നെ എന്താണ്? എവിടെയൊക്കെയാണ് പ്രസന്റ് ചെയ്യാവുന്നത്? സ്റ്റെം ആൻഡ് റൂട്ട്. ടിപ്പ് ഓഫ് ദ സ്റ്റെം ആൻഡ് റൂട്ടിലാണ് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്. പിന്നെ പ്രത്യേകത എന്താണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂല് എന്താണ്? റാപ്പിഡ് ഡിവിഷൻ നടക്കുന്നത്. സെൽസിന് റാപ്പിഡ് ആയിട്ടുള്ള ഡിവിഷൻ നടക്കുമ്പോഴാണ് പ്ലാന്റ്സിന്റെ വളർച്ച അവിടെ നടക്കുന്നത്. മനസ്സിലായോ? എന്നാൽ നമ്മൾ ആനിമൽസ് അതുപോലെ തന്നെ നമ്മളൊക്കെ എന്താണ്? നമ്മളിങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുന്നില്ല അല്ലെ. ഒരു സ്റ്റേജ് എത്തി എന്താണ് നമ്മുടെ വളർച്ച നിൽക്കുന്നുണ്ട്. എന്നാൽ പ്ലാന്റ്സ് എന്താണ് ചെയ്യുന്നത്? കാലം ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അടുത്തൊന്ന് നോക്കി നോക്കാം, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്ലാന്റ്സ് ഗ്രോത്ത് ആൻഡ് ആനിമൽ ഗ്രോത്ത്. ആനിമൽസ് ഗ്രോത്തും പ്ലാന്റ്സ് ഗ്രോത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്കൊന്ന് നോക്കി നോക്കാം. Animal growth, plant growth. എന്താണ്? ഇനി ആനിമൽസിൽ എന്താണ് പറയുന്നത്? ബോഡി ആസ് എ ഹോൾ ഗ്രോത്ത്. ശരീരത്തിലെ മൊത്തത്തിലുള്ള വളർച്ചയാണ് ആനിമൽസിന് ഉണ്ടായിരിക്കുക. എന്നാൽ എന്താണ് പ്ലാന്റ്സിൽ എന്താണ് പ്രത്യേകത? എന്താണ്? ടിപ്പ് ഓഫ് ദ സ്റ്റെം ആൻഡ് റൂട്ട്. എവിടെയാ മാത്രമേ കാണപ്പെടുന്നുള്ളൂ? സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും ടിപ്പിൽ മാത്രമാണ് എന്ത് കാണപ്പെടുന്നത്? ഗ്രോത്ത് കാണപ്പെടുന്നത്. ടിപ്പ് ഓഫ് ദ സ്റ്റെം ആൻഡ് റൂട്ട്. ആനിമൽസിൽ എന്താണ്? ബോഡി ആസ് എ ഹോൾ ഗ്രോത്ത്. ബട്ട് ഇൻ പ്ലാന്റ്സ് എന്താണ്? ടിപ്പ് ഓഫ് ദ സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും ടിപ്പിൽ മാത്രമാണ് പ്ലാന്റ്സിന്റെ ഗ്രോത്ത് നടക്കുന്നത്. പിന്നെ എന്താണ്? ആനിമൽസിന്റെ പ്രത്യേകത എന്താണ്? അതായത് പർട്ടിക്കുലർ സ്റ്റേജിൽ എന്താണ് ഗ്രോത്ത് എൻഡ് ചെയ്യും. ഗ്രോത്ത് എൻഡ്സ് അറ്റ് പർട്ടിക്കുലർ സ്റ്റേജിൽ എന്താണ് നടക്കുന്നത്? ഗ്രോത്ത് നിൽക്കും. എന്നാൽ പ്ലാന്റ്സിൽ എന്താണ്?
ഗ്രോത്ത് ഒക്കേഴ്സ് ത്രൂ ലൈഫ് ടൈം ആയിട്ട് എന്താണ് പ്ലാന്റ്സിൽ ഗ്രോത്ത് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആനിമൽ ഗ്രോത്ത് ആൻഡ് പ്ലാന്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇനി ആനിമൽ ഗ്രോത്ത് ബോഡി ആസ് എ ഹോൾ ഗ്രോസ്, എന്താണ് ബോഡി ശരീരം മൊത്തത്തിലാണ് അവിടെ വളർച്ച സംഭവിക്കുന്നത്. പിന്നെ എന്താണ് അറ്റ് എ പർട്ടിക്കുലർ സ്റ്റേജ് എന്താണ് ഗ്രോത്ത് എന്താണ് അവസാനിക്കും. ബട്ട് ഇൻ പ്ലാന്റ്സ് എന്താണ് ഗ്രോത്ത് എവിടെയൊക്കെയാണ് നടത്തുന്നത്? ടിപ്പ് ഓഫ് ദ സ്റ്റെമ്മിന്റെ റൂട്ടിന്റെ ടിപ്പിൽ മാത്രമാണ് ഗ്രോത്ത് നടക്കുന്നത്. പിന്നെ എന്താണ് ഗ്രോത്ത് ഒക്കേഴ്സ് ത്രൂ ലൈഫ് ടൈം. പ്ലാന്റ്സിന്റെ ലൈഫ് ടൈമിന് മുഴുവനും എന്താണ് ഗ്രോത്ത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആനിമൽ ഗ്രോത്തും പ്ലാന്റ്സ് ഗ്രോത്തും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്ലാന്റ്സിൽ ഇപ്പോഴും ഇങ്ങനെ വളർച്ച നടന്നുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ ആനിമൽസിൽ എന്താണ് ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ എന്താണ് ഗ്രോത്ത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെരിസ്റ്റമാറ്റിക് സെൽസും മെച്യൂർഡ് പ്ലാന്റ് സെൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെരിസ്റ്റമാറ്റിക് സെൽസ്, മെച്യൂർഡ് പ്ലാന്റ് സെൽസ്. മെരിസ്റ്റമാറ്റിക് സെൽസും മെച്യൂർഡ് പ്ലാന്റ് സെൽസും. മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? പ്ലാന്റ്സിന്റെ ഗ്രോത്ത് നടക്കുന്നത് എവിടെയാണ്? ടിപ്പ് ഓഫ് ദ സ്റ്റെം ആൻഡ് റൂട്ടിലാണ് കാണപ്പെടുന്നത്. റാപ്പിഡ് ഡിവിഷൻസ് നടക്കും അല്ലെ, അപ്പോഴാണ് അവിടെ ഗ്രോത്ത് നടക്കുന്നതാണ് മെരിസ്റ്റമാറ്റിക് സെൽസിൽ പറയുന്നത്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് അടുത്ത് പറയുന്നത്. മെരിസ്റ്റമാറ്റിക് സെൽസിന്റെ പ്രത്യേകത എന്താണ്? ന്യൂക്ലിയസ്, റിലേറ്റീവ് സൈസ് ഓഫ് ദ ന്യൂക്ലിയസ്. ക്യാരക്ടറിസ്റ്റിക്സ്, പൊതുവായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? റിലേറ്റീവ് സൈസ് ഓഫ് ദ ന്യൂക്ലിയസ്. മെരിസ്റ്റമാറ്റിക് സെൽസിൽ എന്താണ്? മോർ. ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്നത് മോർ ആയിരിക്കും, കൂടുതലായിരിക്കും. എന്നാൽ എന്താണ് മെച്യൂർഡ് പ്ലാന്റ് സെൽസിലെ റിലേറ്റീവ് സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് എന്താണ്? ലെസ് ആയിരിക്കും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. മെരിസ്റ്റമാറ്റിക് സെൽസിലെ റിലേറ്റീവ് സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് മോർ, ബട്ട് ഇൻ മെച്യൂർഡ് പ്ലാന്റ് സെൽസ് റിലേറ്റീവ് സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് ലെസ്. പിന്നെ അടുത്തെന്ന് പറയുന്നത് എന്താണ്? തിക്നെസ് ഓഫ് ദ സെൽ വോൾ. സെൽ വോളിന്റെ തിക്നെസ് എന്ന് പറയുന്നത് എന്താണ്? മെരിസ്റ്റമാറ്റിക് സെൽസിൽ ലെസ് ആയിരിക്കും, തിക്നെസ് കുറവായിരിക്കും. എന്നാൽ മെച്യൂർഡ് പ്ലാന്റ് സെൽസിൽ എന്താണ്? സെൽ വോളിന്റെ തിക്നെസ് എന്ന് പറയുന്നത് മോർ ആയിരിക്കും ഉണ്ടായിരിക്കുക, കൂടുതലായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി അടുത്തെന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മെരിസ്റ്റമാറ്റിക് സെൽസിൽ എങ്ങനെയായിരിക്കും? മോർ ആയിരിക്കും. എന്നാൽ മെച്യൂർഡ് പ്ലാന്റ് സെൽസിൽ ലെസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതാണ് മെരിസ്റ്റമാറ്റിക് സെൽസും മെച്യൂർഡ് പ്ലാന്റ്സും തമ്മിലുള്ള ഡിഫറൻസ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെരിസ്റ്റമാറ്റിക് സെൽസ് ആൻഡ് മെച്യൂർഡ് പ്ലാന്റ് സെൽസ്? പറഞ്ഞാൽ മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ പ്ലാന്റ്സിന്റെ ഗ്രോത്ത് നടക്കുന്ന ടിപ്പ് ഓഫ് ദ സ്റ്റെം ആൻഡ് റൂട്ട് ആണ്. പിന്നെ റാപ്പിഡ് ഡിവിഷൻ നടക്കുന്നുണ്ട് മെരിസ്റ്റമാറ്റിക് സെൽസിൽ, അപ്പോഴാണ് ഗ്രോത്ത് നടക്കുന്നത്. അതാണ് പ്ലാന്റ്സിലെ മെരിസ്റ്റമാറ്റിക് സെൽസിന്റെ പ്രത്യേകത. അപ്പൊ എന്താണ് പ്രത്യേകത? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസിന്റെ കാര്യത്തിൽ എന്താണ്? റിലേറ്റീവ് സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് മെരിസ്റ്റമാറ്റിക് സെൽസിൽ എന്താണ്? മോർ ആയിരിക്കും. എന്നാൽ മെച്യൂർഡ് പ്ലാന്റ് സെൽസിൽ റിലേറ്റീവ് സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ലെസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. പിന്നെ എന്താണ് പറയുന്നത്? തിക്നെസ് ഓഫ് ദ സെൽ വോൾ. സെൽ വോളിന്റെ തിക്നെസ് എന്ന് പറയുന്നത് മെരിസ്റ്റമാറ്റിക് സെൽസിൽ ലെസ് ആയിരിക്കും. എന്നാൽ മെച്യൂർഡ് പ്ലാന്റ് സെൽസിൽ മോർ ആയിരിക്കും ഉണ്ടായിരിക്കാം. പിന്നെ എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മെരിസ്റ്റമാറ്റിക് സെൽസിൽ മോർ ആയിരിക്കും. എന്നാൽ മെച്യൂർഡ് പ്ലാന്റ് സെൽസിൽ ലെസ് ആയിരിക്കും ഉണ്ടായിരിക്കും. ഇതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്ലാന്റ് ടിഷ്യൂസ് ആണ്. മെരിസ്റ്റമാറ്റിക് സെൽസിൽ നിന്ന് ഫോം ചെയ്യുന്ന പ്ലാന്റ് ടിഷ്യൂസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂസ്. ഏതെല്ലാമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂസ് പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം, ഫ്ലോയം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂസ് ആണ്. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം, ഫ്ലോയം ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂസ്. ഇനി ഇതിൽ ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏതെല്ലാമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂസ്? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം, ഫ്ലോയം ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂസ്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പാരൻകൈമ. പാരൻകൈമയുടെ പ്രത്യേകത എന്താണ്? കമ്പോസ്റ്റ് ഓഫ് സെൽസ് വിത്ത് സിംപ്ലസ്റ്റ് സ്ട്രക്ചർ ആയിരിക്കും പാരൻകൈമയ്ക്ക് ഉണ്ടായിരിക്കുക.
എന്താണ് സിംപ്ലസ്റ്റ് സ്ട്രക്ചർ ആണ് പാരൻകേമയ്ക്ക് ഉണ്ടായിരിക്കുക. സീൻ ഇൻ എന്താണ് പറയുന്നത് സോഫ്റ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. പ്ലാന്റിന്റെ സോഫ്റ്റ് പാർട്സിലാണ് ആര് കാണപ്പെടുന്നത് പാരൻകേമ കാണപ്പെടുന്നത്. കമ്പോസറോ സെൽസ് വിത്ത് സിംപ്ലസ്റ്റ് സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. എവിടെയാണ് കാണപ്പെടുന്നത് സീൻ ഇൻ സോഫ്റ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. പ്ലാന്റിന്റെ സോഫ്റ്റ് പാർട്സിലാണ് പാരൻകേമ കാണപ്പെടുന്നത്. പിന്നെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് സ്റ്റോറേജ് ഓഫ് ഫുഡ്. എന്താണ് ഫുഡ് സ്റ്റോറേജ് ചെയ്യലാണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നമ്മൾ മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ. ഫോട്ടോസിന്തസിസ് പറഞ്ഞാൽ എന്താണ് പ്ലാന്റ്സ് പ്രിപ്പയർ ഫുഡ് എന്താണ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. ഒപ്പം തന്നെ എന്താണ് വാട്ടർ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. വാട്ടറിന്റെ കാർബൺ ഡയോക്സൈഡ് സഹായത്തോടു കൂടി സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നത്. ദ പ്രോസസ് ഈസ് കോൾഡ് ഫോട്ടോസിന്തസിസ് അല്ലെ. അപ്പൊ പാരൻകേമൽ എന്ന് പറയുന്നത് എന്താണ് കമ്പോസറോ സെൽസ് വിത്ത് സിംപ്ലസ്റ്റ് പാർട്ടിലാണ് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്. പിന്നെ സീനിയർ സോഫ്റ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ്. സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും പാരൻകേമിക് ഉണ്ടായിരിക്കും. എവിടെയാണ് കാണപ്പെടുന്നത് സോഫ്റ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ്. പ്ലാന്റ്സിന്റെ സോഫ്റ്റ് പാർട്സിലാണ് കാണപ്പെടുന്നത്. മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ് ആണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് കോളൻകേമയാണ്. കോളൻകേമ കോളൻകേമയുടെ പ്രത്യേകത എന്താണ് പറയുന്നത് തിക്നെസ് എവിടെയാണ് കാണപ്പെടുന്നത് സെൽ വോളിൽ മാത്രമായിട്ടാണ് തിക്നെസ് ഉണ്ടായിരിക്കുക. തിക്നെസ് എവിടെയാണ് കാണപ്പെടുന്നത് കോർണേഴ്സോ സെൽവോളിന്റെ കോർണേഴ്സിൽ മാത്രം എന്ത് കാണപ്പെടുന്നു തിക്നെസ് കാണപ്പെടുന്നു. പാരൻകേമ സിംപ്ലസ്റ്റ് സ്ട്രക്ചർ ആയിരുന്നു. പക്ഷെ ഇത് കോളൻകേമയുടെ സിംപ്ലസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റില്ല. എന്താണ് തിക്നെസ് ഉണ്ടായിരിക്കും എവിടെയാണ് സെല്ല് തിക്ക് എവിടെയായിരിക്കും കോർണേഴ്സോ സെൽവോളിന്റെ കോർണേഴ്സിൽ മാത്രം എന്താണ് കോളൻകേമ തിക്കായിട്ട് കാണപ്പെടുന്നു. എന്താണ് പറയുന്നത് സെൽസ് ദാറ്റ് ആർ തിക്ക് എന്താണ് അടുത്ത കോർണേഴ്സോ സെൽവോളിന്റെ കോർണേഴ്സിൽ മാത്രം എന്താണ് തിക്കായിട്ട് കാണപ്പെടുന്നതാണ് കോളൻകേമ എന്ന് പറയുന്നത്. പിന്നെ കോളൻകേമയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ചെയ്യുക. എന്താണ് പ്ലാന്റ് പാർട്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കോളൻകേമയുടെ ഫംഗ്ഷൻ പറയുന്നത് പ്രൊട്ടക്ഷൻ ആൻഡ് ഫ്ലെക്സിബിലിറ്റി. എന്താണ് പ്ലാന്റ്സിന് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുക ആരുടെ ഫംഗ്ഷനാണ് കോളൻകേമയുടെ ഫംഗ്ഷനാണ്. പ്രൊട്ടക്ഷൻ ആൻഡ് ഫ്ലെക്സിബിലിറ്റി. പ്ലാന്റ്സിന് എന്താണ് പ്ലാന്റ് പാർട്സിന് ഫ്ലെക്സിബിലിറ്റി ഒപ്പം തന്നെ പ്രൊട്ടക്ഷനും കൊടുക്കേണ്ട ആരുടെ ഫംഗ്ഷനാണ് കോളൻകേമയുടെ ഫംഗ്ഷനാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ക്ലിയറൻകേമ. സ്ക്ലിയറൻകേമയുടെ പ്രത്യേകത എന്താണ് യൂണിഫോംലി തിക്ക് ഓൾ ഓവർ ദ സെൽവോളിന്റെ എല്ലാ ഭാഗത്തും എന്താണ് തിക്കായിട്ടാണ് കാണപ്പെടുക. എല്ലാ സെൽവോളിന്റെ ഭാഗത്തും എന്താണ് തിക്കായിട്ടാണ് കാണപ്പെടുക. ഇതുപോലെ എല്ലാ ഭാഗത്തും എന്താണ് തിക്കായിട്ടാണ് കാണപ്പെടുക. എല്ലാ ഭാഗത്തും ഇതുപോലെ തിക്കായിട്ടാണ് കാണപ്പെടുക. യൂണിഫോമിലി തിക്ക് ഓൾ ഓവർ ദ സെൽവോളിന്റെ എല്ലാ ഭാഗത്തും എന്താണ് ഒരേപോലെ തിക്കായിട്ടാണ് കാണപ്പെടുന്നതാണ് സ്ക്ലിയറൻകേമ. ഇവിടെ എന്താണ് സെൽവോളിന്റെ കോർണേഴ്സിൽ മാത്രം എന്താണ് തിക്കായിട്ട് കാണപ്പെടുന്നതാണ് കോളൻകേമ. എന്താണ് യൂണിഫോമിലി തിക്ക് ഓൾ ഓവർ ദ സെൽവോളിന്റെ എല്ലാ ഭാഗത്തും എന്താണ് തിക്കായിട്ട് കാണപ്പെടുന്നതാണ് സ്ക്ലിയറൻകേമ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് പ്രത്യേക ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനുണ്ട്. സ്ക്ലിയറൻകേമയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് പ്ലാന്റ് പാർട്സിനെ പ്രൊട്ടക്ട് ചെയ്യല് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അപ്പൊ 3 ടൈപ്പ് എന്താണ് പ്ലാന്റ് ടിഷ്യൂസ് ഏതൊക്കെയാ പാരൻകേമ, കോളൻകേമ ആൻഡ് സ്ക്ലിയറൻകേമ. പിന്നീട് സൈലം ഫ്ലോയം കൂടി ഉണ്ട്. ആദ്യം പാരൻകേമ എന്ന് പറഞ്ഞാൽ എന്താണ് പാരൻകേമ കമ്പോസറൽ സെൽസ് ദാറ്റ് ആർ സിംപ്ലസ്റ്റ് സ്ട്രക്ചർ ആണ് പാരൻകേമ എന്ന് പറയുന്നത്. പിന്നെ എവിടെയാണ് കാണപ്പെടുന്നത് സീനിൻ സോഫ്റ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റിന്റെ സോഫ്റ്റ് പാർട്സിലാണ് മെയിൻ ആയിട്ട് പാരൻകേമ കാണപ്പെടുന്നത്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഫോട്ടോസിന്തസിസ് അതുപോലെ ഫുഡ് സ്റ്റോറേജ് ആണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കോളൻകേമ എന്ന് പറയുന്നത് എന്താണ്
കമ്പോസർ സെൽസ് ദാറ്റ് ആർ തിക്ക് ഓൺലി അറ്റ് ദ എന്താ പറയുക കോർണറിൽ മാത്രം എന്താണ് തിക്കായിട്ട് കാണപ്പെടുന്നതാണ് കോളൻകൈമ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി, ഒപ്പം തന്നെ എന്താണ് സപ്പോർട്ട്, ബോഡിക്ക് സപ്പോർട്ട് കൊടുക്കൽ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷനാണ്. സ്ക്ലിയറിംഗൈമയുടെ കാര്യം പറയുന്നത് കമ്പോസർ സെൽസ് ദാറ്റ് ആർ യൂണിഫോംലി തിക്ക് ഓൾ ഓവർ ദ സെൽ വോൾ, എല്ലാ ഭാഗത്തും സെൽ വോളിന്റെ എല്ലാ ഭാഗത്തും എന്താണ് ഒരേപോലെ തിക്നെസ് ഉണ്ടായിരിക്കും. യൂണിഫോംലി തിക്ക് ഓൾ ഓവർ ദ സെൽ വോൾ, പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത്. അല്ലെ, സ്ക്ലിയറിംഗൈമയുടെ പ്രത്യേകത സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ടു ദ പ്ലാന്റ് പാർട്സ്. പ്ലാന്റ് പാർട്സിന് സപ്പോർട്ടും സ്ട്രെങ്ത്തും കൊടുക്കേണ്ട ആരാണ്? സ്ക്ലിയറിംഗൈമയാണ്. സ്ക്ലിയറിംഗൈമ കമ്പോസർ സെൽസ് ദാറ്റ് ആർ യൂണിഫോംലി തിക്ക് ഓൾ ഓവർ ദ സെൽ വോൾ ആൻഡ് പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ടു ദ പ്ലാന്റ് പാർട്സ്. എല്ലാ ഭാഗത്തും സെൽ വോളിന്റെ എല്ലാ ഭാഗത്തും എന്താണ് ഒരേപോലെ തിക്കായിട്ടുള്ളതായിരിക്കും ഉണ്ടായിരിക്കുക സ്ക്ലിയറിംഗൈമ. പിന്നെ പ്രത്യേകത എന്താണ്? പ്ലാന്റ്സിന് സപ്പോർട്ടും ഒപ്പം തന്നെ സ്ട്രെങ്ത്തും കൊടുക്കുക. ഇതുപോലെ എല്ലാ ഭാഗത്തും എന്താണ് തിക്നെസ് ഒരേപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. സപ്പോർട്ടും സ്ട്രെങ്ത്തും കൊടുക്കേണ്ടതാണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്ക്ലിയറിംഗൈമയുടെ. അടുത്ത ഏതാണ് പറയുന്നത്? സൈലം ഒപ്പം തന്നെ എന്താണ് ഫ്ലോയമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അടുത്തേതാണ് സൈലം, ഫ്ലോയം. സൈലവും ഫ്ലോയം കോമൺ ആയിട്ടുള്ള ഏത് കാറ്റഗറിയിൽ വരും? വാസ്കുലാർ ടിഷ്യൂസിൽ വരും. വാസ്കുലാർ ടിഷ്യൂസിൽ. നമ്മുടെ റൂട്ട് എന്താണ്? മണ്ണിൽ നിന്നും ജലവും അതുപോലെ തന്നെ മിനറൽസും എല്ലാം എന്താണ് വാട്ടറും മിനറൽസും എല്ലാം റൂട്ടാണ് വലിച്ചെടുക്കുന്നത് അല്ലെ. എന്നിട്ട് റൂട്ട് എവിടേക്കൊക്കെ എത്തിക്കും? പ്ലാന്റ്സിന്റെ ലീവ്സിലേക്ക് എത്തിക്കും. ലീവ്സ് എന്ത് ചെയ്യും? അവിടെ നിന്നും ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് എന്താണ് പ്ലാന്റ്സിന്റെ എല്ലാ പാർട്സിലേക്കും ലീവ്സ് എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ നടക്കുന്നത്. അത് മണ്ണിൽ നിന്നും ജലവും അപ്പം തന്നെ എന്താണ് മിനറൽസും വലിച്ചെടുക്കുന്ന ആരാണ്? റൂട്ട്സ് വലിച്ചെടുത്തിട്ട് എന്താണ് ലീവ്സിലേക്ക് എത്തിച്ചു കൊടുക്കും. ലീവ്സ് എന്ത് ചെയ്യും? ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് അത് എല്ലാ പാർട്സിലേക്കും പ്ലാന്റ്സിന്റെ എല്ലാ പാർട്സിലേക്കും കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പൊ ലീവ്സ് റൂട്ട് എന്താണ് ലീവ്സിലേക്ക് എത്തിക്കാനും പിന്നെ ലീവ്സ് റൂട്ടിന്റെ പ്ലാന്റ്സിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാനും ആരെങ്കിലും അവിടെ ഫംഗ്ഷൻ ചെയ്യേണ്ടി വരും അല്ലെ. ദർ ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ്, അതായത് സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ഫോംഡ് ഫ്രം സെൽസ്, അതായത് പ്രത്യേകമായിട്ടുള്ള ടിഷ്യൂസ് സെല്ലുകളിൽ നിന്നും ഉണ്ടായ പ്രത്യേകമായിട്ടുള്ള ടിഷ്യൂസ് അവിടെ ഫംഗ്ഷൻ ചെയ്യണം. ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഇസ് കോൾഡ് വാസ്കുലാർ ടിഷ്യൂസ് അല്ലെ. റൂട്ട് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും ഒപ്പം കൊണ്ടുപോകാനും അതുപോലെ ലീവ്സ് ഉണ്ടാക്കിയ ഫുഡ് പ്ലാന്റ്സിന്റെ എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോകാനും എന്താണ് ദർ ആർ സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഫോംഡ് ഫ്രം സെൽസുകളിൽ നിന്നുണ്ടായ, അതായത് പെക്യുലിയർ സെൽസിൽ നിന്നുണ്ടായ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ആണ് അവിടെ ഫംഗ്ഷൻ ചെയ്യേണ്ടത്. ദാറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഇസ് കോൾഡ് വാസ്കുലാർ ടിഷ്യൂസ് എന്ന് പറയുന്നത്. വാസ്കുലാർ ടിഷ്യൂസ് ആർ ഓൾസോ കോൾഡ് കോംപ്ലക്സ് ടിഷ്യൂസ്. വാസ്കുലാർ ടിഷ്യൂസിനെ വിളിക്കുന്ന വേറൊരു പേരെന്താണ്? കോംപ്ലക്സ് ടിഷ്യൂസ്. ബിക്കോസ് ദേ ആർ ഫോംഡ് ഫ്രം ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെൽസ്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെൽസ് എന്നാണ് വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ടാവുന്നത്. There are two types of vascular tissues. They are called xylem, phloem. Xylem phloem എന്താണ് വാസ്കുലാർ ടിഷ്യൂസിലാണ് ഉൾപ്പെടുന്നത്. There are two types of vascular tissues. They are xylem and phloem. ഇനി സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ പ്രത്യേകതകളാണ് പറയാൻ പോകുന്നത്. സൈലത്തിന്റെ പ്രത്യേകത എന്താണ്? ട്യൂബ്സ് ഫോംഡ് ഫ്രം ഇലോങ്ങേറ്റഡ് സെൽസ്. ഇലോങ്ങേറ്റഡ് സെൽസ് എന്നാണ് സൈലം ട്യൂബ് ഉണ്ടാവുന്നത്. പിന്നെ സൈലത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ് ബൈ ദ റൂട്ട്സ്. റൂട്ട്സിൽ നിന്നും വാട്ടർ ആൻഡ് മിനറൽസ് എവിടേക്ക് കൊണ്ടുപോകും? ടു ദ ലീവ്സ്. ലീവ്സിലേക്ക് വാട്ടർ ആൻഡ് മിനറൽസ് കൊണ്ടുപോകുന്ന ആരാണ്? സൈലമാണ്. റൂട്ട്സിൽ നിന്ന് റൂട്ട്സ് അബ്സോർബ് ചെയ്ത വാട്ടർ ആൻഡ് മിനറൽസ് ലീവ്സിലേക്ക് കൊണ്ടുപോകുന്ന ആരാണ്? സൈലമാണ്. അതുപോലെ ഫ്ലോയത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്റർ കണക്റ്റഡ് സെൽസ് ആയിരിക്കും ഫ്ലോയത്തിൽ ഉണ്ടായിരിക്കുക. ഇന്റർ കണക്റ്റഡ് സെൽസ് ആണ് ഫ്ലോയത്തിൽ ഉണ്ടായിരിക്കുക. പ്രത്യേകത എന്താണ് പറയുന്നത്? വാട്ടർ, അതായത് ലീവ്സ് ഫുഡ് ഉണ്ടാക്കിയ ലീവ്സ് അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കിയ പ്ലാന്റ്സിൽ ആ ഫുഡ് എവിടേക്ക് കൊണ്ടുപോകും? പ്ലാന്റ്സിന്റെ എന്താണ് വേരിയസ് പാർട്സിലേക്ക് കൊണ്ടുപോകുക. ആരുടെ ഫംഗ്ഷനാണ്? ഫ്ലോയത്തിന്റെ ഫംഗ്ഷനാണ് അല്ലെ. ഫുഡ് പ്രിപ്പയർഡ് ബൈ ദ ലീവ്സ് ആണ് ഫുഡ് പ്രിപ്പയർ ചെയ്ത് എവിടേക്ക് കൊണ്ടുപോകും? ട്രാൻസ്പോർട്ട് ടു വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. പ്ലാന്റ്സിന്റെ വേരിയസ് പാർട്സിലേക്ക് കൊണ്ടുപോകുന്നവരാണ് ഫ്ലോയത്തിന്റെ ഫംഗ്ഷനാണ്. സൈലത്തിന്റെ പ്രത്യേകത എന്താണ്? സ്ട്രെങ്ത്, ബോഡിക്ക് സ്ട്രെങ്ത് കൊടുക്കുന്നതും സപ്പോർട്ട് കൊടുക്കുന്നതും ആരാണ്? സൈലം തന്നെയാണ്. അപ്പൊ സൈലത്തിന്റെ പ്രത്യേകത എന്താണ് പറയുന്നത്? ട്യൂബ് ഇലോങ്ങേറ്റഡ് സെൽസ് എന്നാണ് സൈലം ട്യൂബ് ഉണ്ടായിരിക്കുന്നത്. വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ് ബൈ ദ റൂട്ട്സ് ടു ദ വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്സിലേക്ക് ലീവ്സിലേക്ക് കൊണ്ടുപോകുന്ന ആരാണ്?
അബ്സോർബ് ബൈ ദ റൂട്ട്സ് ടു ദ ലീവ്സിലേക്ക് കൊണ്ടുപോകുന്ന ആരാണ്? സൈലമാണ്. പിന്നെ എന്താണ് ഫ്ലോയത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? എന്താണ്? ഫുഡ് പ്രിപ്പയർ ചെയ്ത് ലീവ്സ് ആണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുക അല്ലെ. ആ ലീവ്സിൽ ഫുഡ് പ്രിപ്പയർ ചെയ്ത് എവിടേക്കൊക്കെ വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്സിന്റെ വേരിയസ് പാർട്സിലേക്ക് കൊണ്ടുപോകാൻ ആരാണ് സഹായിക്കുന്നത്? ഫ്ലോയമാണ് സഹായിക്കുന്നത്. അപ്പൊ ഫ്ലോയമും സൈലവും എന്താണ്? വാസ്കുലർ ടിഷ്യൂസിലാണ് ഉൾപ്പെടുക. ഫ്ലോയം ഒരു ഇന്റർ കണക്റ്റഡ് സെൽസ് ആയിട്ടാണ് ഫ്ലോയം കാണപ്പെടുക. സൈലം എന്താണ്? ഒരു ഇലോങ്ങേറ്റഡ് സെൽസ് ഉണ്ടായ ട്യൂബ് ലൈക്കാണ് സൈലം കാണപ്പെടുക. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് വാസ്കുലർ ടിഷ്യൂസിൽ നിന്നും വാസ്കുലർ ടിഷ്യൂസിൽ രണ്ടെണ്ണമാണ് ഫ്ലോയവും സൈലവും. ഫ്ലോയം, സൈലം. അതർ പ്ലാന്റ് ടിഷ്യൂസിൽ ഉൾപ്പെടുന്നതാണ് പാരൻകൈമ, കോളൻകൈമ, ക്ലീറൻകൈമ. വാസ്കുലർ ടിഷ്യൂസിൽ ഉൾപ്പെടുന്നവരൊക്കെയാണ് ഫ്ലോയം ആൻഡ് സൈലം. അതർ പ്ലാന്റ് ടിഷ്യൂസിൽ ഉൾപ്പെടുന്നതാണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. നമ്മൾ ചെറിയ ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലെ. എല്ലാ സബ്സ്റ്റാൻസസിന്റെ ബേസിക് എന്ന് പറയുന്നത് ആറ്റമാണ്. ഓൾ സബ്സ്റ്റാൻസസ് ആർ ഫോംഡ് ഫ്രം ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആറ്റമാണ്. ഏറ്റവും ചെറിയ കണിക, പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം അല്ലെ. അപ്പൊ ആറ്റം കൂടി ചേർന്നിട്ട് എന്താണ്? ആറ്റംസ് കൂടി ചേർന്നിട്ട് എന്തുണ്ടാകുന്നു? മോളിക്യൂൾസ് ഉണ്ടാകുന്നു. മോളിക്യൂൾസ് കൂടി ചേർന്നിട്ട് എന്താണ്? സെൽ ഓർഗനൽസ് ഉണ്ടാകുന്നു. സെൽ ഓർഗനൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. സെൽ ഓർഗനൽസ് ഉണ്ടാകുന്നു. സെൽ ഓർഗനൽസിൽ നിന്നും എന്താണ്? സെല്ലുകൾ ഉണ്ടാകുന്നു. സെല്ലുകളിൽ നിന്നും എവിടേക്ക് പോകുന്നു? ടിഷ്യൂസ്. ടിഷ്യൂസിൽ നിന്നും ഓർഗൻസ്. ഓർഗൻസ് പറയുന്ന അവയവം ഉണ്ടാകുന്നു. പിന്നെ എന്താണ്? ഓർഗൻ സിസ്റ്റം അല്ലെങ്കിൽ അവയവ വ്യവസ്ഥ ഉണ്ടാകുന്നു. അവയവങ്ങൾ കൂടിച്ചേർന്നിട്ട് എന്തുണ്ടാകുന്നു? ഓർഗാനിസം അല്ലെ. ഒരു ഓർഗാനിസം ഉണ്ടാകുന്നു. ഓർഗാനിസത്തിൽ നിന്നും എന്താണ്? പോപ്പുലേഷൻ അല്ലെ. കൂടുതൽ ആൾക്കാരാകുമ്പോൾ പോപ്പുലേഷൻ അത് കഴിഞ്ഞിട്ട് എന്നത് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ്? ആറ്റം കൂടി ചേർന്നിട്ട് എന്താണ്? മോളിക്യൂൾ, സെൽ ഓർഗനൽസ്, സെൽ, ടിഷ്യൂസ്, ഓർഗൻസ്, ഓർഗൻ സിസ്റ്റം, ഓർഗാനിസം, പോപ്പുലേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി. ഇങ്ങനെയാണ് അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് സ്റ്റേജസ് പോകുന്നത്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഭക്ഷണം കഴിക്കുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. ആ ഭാഗത്തിനേക്ക് എന്താ പറയാ? ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നാ പറയുന്നത് അല്ലെ. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഏതെല്ലാം പാർട്സ് ആണ് ഉൾപ്പെടുന്നത്? ഡൈജഷന് സഹായിക്കുന്നത്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഏതെല്ലാം പാർട്സ് ആണ് ഉൾപ്പെടുന്നത്? സ്റ്റൊമക്, ലിവർ, ഇൻഡസ്റ്റൈൻ അല്ലെ. സ്റ്റൊമക്, ലിവർ, ഇൻഡസ്റ്റൈൻ എല്ലാം ഈ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് എന്ത്? ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ എന്താണ്? സർക്കുലേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഏതാണ് ഉൾപ്പെടുന്നത്? ഹാർട്ട്, ബ്ലഡ് വെസൽസ്. ഹാർട്ട്, ബ്ലഡ് വെസൽസ് എല്ലാം എന്തിൽ ഉൾപ്പെടുന്നതാണ്? സർക്കുലേറ്ററി സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഏതാണ് മെയിൻ ആയിട്ട്? ഡൈജഷൻ, ദഹന വ്യവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആരൊക്കെയാണ്? സ്റ്റൊമക്, ലിവർ ആൻഡ് ഇൻറ്റസ്റ്റൈൻ. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ആരാണ് ഫംഗ്ഷൻ വഹിക്കുന്നത്? പ്രധാന ഹാർട്ട്, ബ്ലഡ് വെസൽസ് എല്ലാമാണ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ വഹിക്കുന്നത്. അടുത്തത് എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ്. എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് ഫംഗ്ഷൻ വഹിക്കുന്നത് കിഡ്നി, യൂറീറ്റർ, യൂറിനറി ബ്ലാഡർ. കിഡ്നി, യൂറീറ്റർ ആൻഡ് യൂറിനറി ബ്ലാഡർ ആണ് പ്രധാനമായിട്ടും എക്സ്ക്രീറ്ററി സിസ്റ്റം. വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം എന്താണ് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് കിഡ്നി, യൂറീറ്റർ ആൻഡ് യൂറിനറി ബ്ലാഡർ ആണ് പ്രധാനമായിട്ടും സഹായിക്കുന്നത്. അടുത്ത നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൽ പ്രധാനമായി പങ്കുവയ്ക്കുന്ന ബ്രെയിൻ, നെർവ്സ്. ബ്രെയിനും നെർവ്സുമാണ് പ്രധാനമായിട്ടും നെർവസ് സിസ്റ്റത്തില് പ്രധാനമായിട്ടും പങ്കുവയ്ക്കുന്നത്. നെക്സ്റ്റ് റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ആരാണ് പ്രധാന ഫംഗ്ഷൻ വയ്ക്കുന്നത്? ലങ്സ്,
നോസ്ട്രിൽസ്, അതുപോലെ തന്നെ ട്രക്കിയ. ലങ്സ്, നോസ്ട്രിൽസ്, ട്രക്കിയാണ് പ്രധാനമായിട്ടും പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പ്രധാനമായിട്ടുമാണ് സ്റ്റൊമക്, ലിവർ, ഇൻറ്റസ്റ്റൈൻ ആണ് പ്രധാനമായിട്ടും പങ്കുവയ്ക്കുന്നത്. സർക്കുലേറ്ററി സിസ്റ്റം, ബ്ലഡ് പമ്പ് ചെയ്യുക, അതുപോലെ പ്യുവർ ബ്ലഡ്, ഇംപ്യുവർ ബ്ലഡ്, അവിടെയെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഹേർട്ട്, ബ്ലഡ് വെസൽസ് ആണ് പ്രധാനമായിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നത്. എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ നിന്നാണ് കിഡ്നി, യൂറിറ്റർ, യൂറിനറി ബ്ലാഡർ ആണ് പ്രധാനമായിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നത്. നെർവസ് സിസ്റ്റത്തിൽ ആരാണ്? ബ്രെയിനും നെർവസും ആണ് പ്രധാനമായിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നത്. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ആരാണ്? ലങ്സ്, നോസ്ട്രിൽസ്, ട്രക്കിയാണ് പ്രധാനമായിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം, ഒപ്പം തന്നെ എന്താണ് അതിൽ ആരാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്നാണ് പഠിക്കേണ്ടത്. അപ്പൊ ഈ ലെസണിൽ നമ്മൾ എന്തെല്ലാം ഡിസ്കസ് ചെയ്ത്? ഡിഫറെന്റ് ടൈപ്സ് ആനിമൽ ടിഷ്യൂസ് അല്ലെ, ആനിമൽ ടിഷ്യൂസ് ഡിസ്കസ് ചെയ്തു. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗൻ സിസ്റ്റംസും അല്ലെ, ഓർഗൻ സിസ്റ്റംസ്, അതുപോലെ വാസ്കുലാർ ടിഷ്യൂസ് എല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.